ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ വിശുദ്ധ ബർത്തലോമിയോയുടെ തിരുശേഷിപ്പ് ആദ്യമായി ഇന്ത്യയിലെത്തി. റോമിൽ നിന്നെത്തിച്ച തിരുശേഷിപ്പ് കല്യാൺ ഈസ്റ്റ് സെന്റ് ബർത്തലോമിയ ദേവാലയത്തിൽ വിശ്വാസ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ചു. വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും അപൂർവ സംഗമത്തിന് സാക്ഷിയായി മഹാരാഷ്ട്രയിലെ കല്യാൺ ഇടവക. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ച അപ്പോസ്തലനായിരുന്നു വിശുദ്ധ ബാർത്തലോമിയ എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട വിശ്വാസ പാരമ്പര്യത്തിന്റെ ഓർമ്മകളുമായി വിശുദ്ധന്റെ തിരുശേഷിപ്പ് ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോൾ ചരിത്ര നിമിഷത്തിന് വേദിയായത് കല്യാൺ ഈസ്റ്റ് സെന്റ് ബർത്തലോമിയ ദേവാലയം. ഞാൻ പട്ടം കിട്ടിയ വെറും 8 മാസം പ്രായമുള്ളപ്പോഴാണ് 26 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തുന്നത്. അന്ന് പള്ളിയോ ഒന്നുമില്ല, സ്ഥലമുണ്ട്. ഈ പള്ളി സ്ഥാപിക്കാൻ പ്രകാരം പള്ളി പണിയുവാനൊക്കെ സാധിച്ചു. 25 വർഷം മുമ്പ് പണിയെടുപ്പിച്ച ദേവാലയത്തിൽ ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയമ്പുരക്കിലും മാർ തോമസ് പാടിയത്തും മുഖ്യ കാർമ്മികരായ ചടങ്ങിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചു. ഇടവക വികാരി ഫാദർ നെക്സൺ പല്ലന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വൈദികരും വിശിഷ്ടാതിഥികളും നിരവധി വിശ്വാസികളും പങ്കെടുത്തു. വിശുദ്ധ സ്ലീവായി വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള അവസരമാണ് ഈ പ്രതിഷ്ഠയിലൂടെ സ്വായത്തമാക്കുന്നത്. ബിഷപ്പുമാരെ സ്വീകരിച്ച യുവാക്കളുടെ ബൈക്ക് റാലിയും കുട്ടികളുടെ സ്വാഗത നൃത്തവും ചടങ്ങിന് ആഘോഷപ്പകിട്ടേകി. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂട്ടി അരക്കിട്ടുറപ്പിക്കുകയാണ്. വിശുദ്ധരുടെ വേഷമണിഞ്ഞ കുട്ടികളും മാലാഖമാരുടെ വേഷത്തിലെത്തിയ കൊച്ചുകുട്ടികളും സ്വീകരണത്തിന് കൂടുതൽ മനോഹാരിത നൽകി. ഇടവക ഗായക സംഘത്തിന്റെ ഭക്തിസാന്ദ്രമായ ഗാനങ്ങളും ലിറ്റർജി ടീമിന്റെ ഒരുക്കങ്ങളും ചടങ്ങിനെ പ്രാർത്ഥനാ നിർഭരമാക്കി. വിശുദ്ധ ബർത്തലോമിയ സ്ലീഹായുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയാണ് ഈ കല്യാൺ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. സുവിശേഷം പ്രഘോഷിച്ച, സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സ്ലീഹായാണ്. അപ്പോ ആ ഒരു മഹിമ, ആ ഒരു പുണ്യം നമ്മളുടെ ഇടവകയിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധന്റെ സജീവ സാന്നിധ്യം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഏറെ അനുഗ്രഹമായിട്ട് തന്നെ തോന്നുന്നു. കല്യാൺ ഇടവകയ്ക്ക് ഇതൊരു ചരിത്ര നേട്ടം മാത്രമല്ല, വിശ്വാസത്തിൽ ഒന്നായി സേവനത്തിൽ ഒരുമിച്ച് തലമുറകൾക്ക് സ്വന്തമാക്കിയ അഭിമാന നിമിഷം കൂടിയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.